ടി.എം. മുഹമ്മദ് സ്മാരക മന്ദിരം ഔപചാരികമായി എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായി അറിയിക്കട്ടെ. പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമായാണ് ഓരോ സ്ഥലത്തും ഓഫീസുകൾ പുതുതായി പണിയേണ്ടി വരുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് നേരത്തെ സഖാവ് മാക്സി വിശദമായി തന്നെ പറയുകയുണ്ടായി. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്ന നിലക്ക് ഓരോ ഓഫീസും വളരെ സജീവമായാണ് പ്രവർത്തിക്കുന്നത്. നാടിൻ്റെ പൊതുവായ ഒരു കേന്ദ്രം എന്ന നിലക്ക് പാർട്ടി ഓഫീസ് ജനങ്ങൾ കാണുന്നു. ഇവിടെയൊരു പ്രത്യേകത കാണാൻ കഴിയുക, എല്ലാ സമയവും തുറന്ന് പ്രവർത്തിക്കുന്ന ഓഫീസുകളാണ് CPIM-നുള്ളത്. കാരണം ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെടാൻ വഴിവെക്കുന്നു. പാർട്ടി പ്രവർത്തകരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പല തുറകളിലുമുള്ളവർ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അനുഭവം. അതാണ് ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ജൈവബന്ധം കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ജനങ്ങൾ ഇത്തരം സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നതും കാണാൻ നമുക്ക് സാധിക്കും. ഒരു ഓഫീസ് പാർട്ടിക്ക് വേണ്ടി നിർമ്മിക്കുമ്പോൾ ജനങ്ങളെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ പിന്തുണ ആളുകളിൽ നിന്നും ലഭിക്കുന്നതാണ് നമ്മുടെ അനുഭവം. CPM-കാരായവർ മാത്രമല്ല, അല്ലാത്തവരും നല്ല തോതിൽ പിന്താകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയാക്കുന്നത് എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണ്. നൽകുന്ന പണം മറ്റൊരാവശ്യത്തിന് ചെലവഴിക്കില്ല. ഏതാവശ്യത്തിന് വേണ്ടിയാണോ ചോദിക്കുന്നത് അത് കൃത്യമായി നടപ്പാക്കും. ഇതെല്ലാം രൂഢമൂലമായ ജനങ്ങളുടെ ധാരണയാണ്. അതാണ് പാർട്ടിയുടെ CPM-ന്റെ കരുത്ത്, ജനങ്ങളുടെ ആ പിന്തുണ. പക്ഷേ നമുക്കറിയാം, ഈ പാർട്ടിയെ ഏതെല്ലാം തരത്തിൽ തകർക്കാനാകും എന്നതിൻ്റെ വലിയ തോതിലുള്ള ഗവേഷണങ്ങളും അതിനുള്ള തയ്യാറെടുപ്പുകളും പല തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവമെടുത്താലും രാജ്യത്തിൻ്റെ അനുഭവമെടുത്താലും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. പാർട്ടിയെ പ്രധാന ശത്രുവായി കണ്ടുകൊണ്ട് പാർട്ടി വഴിവിട്ട മാർഗവും സ്വീകരിക്കുന്ന നില പാർട്ടിയുടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പാർട്ടി ആരംഭിച്ച കാലം സ്വാഭാവികമായും കുറച്ചാളുകളല്ലേ ഉണ്ടാവും. ആ കുറച്ചാളുകളെ ഇവരല്ല.
അന്ന് ഭരണാധികാരികളായിട്ട് രാജ്യത്തുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി രൂപം കൊള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വലിയ തോതിൽ വേട്ടയാടുന്ന നിലയുണ്ടായി. ഒരു കുപ്രസിദ്ധമായ കള്ളക്കേസുകൾ ആ ഘട്ടത്തിൽ ചാർജ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ പാർട്ടിയെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും പാർട്ടി ക്ഷീണിച്ചു പോവുകയല്ല ചെയ്തത്, വളരാതിരിക്കുകയല്ല ചെയ്തത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായ പങ്കുവഹിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുമ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിന് ശരിയായ ദിശാബോധം പകരുന്നതിന് കമ്മ്യൂണിസ്റ്റ് പങ്കാളിത്തം വഴിവെച്ചിരുന്നു. ഇന്ത്യയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അതായിരിക്കണം ലക്ഷ്യം എന്നത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായും അവതരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അന്ന് നമ്മുടെ രാജ്യം പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നില്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ വഴിക്ക് നാം നീങ്ങുകയായിരുന്നു.